ഹലോ, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിദ്യാഭ്യാസം അത് ഏത് പ്രായത്തിലുമാകാം. വിദ്യ അഭ്യസിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തോട് ചേർന്നിരുന്ന് ആ വിദ്യ അഭ്യസിക്കാൻ ആവശ്യമായ ജ്ഞാനം തേടണം. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. സംശയിക്കാതെ ചോദിച്ചാൽ മതി. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം തിരുവചനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അപ്പോൾ ദൈവത്തോട് ചോദിച്ച് ജ്ഞാനം തേടി ഞാനും 50-ാം വയസ്സിൽ ഒരു PhD എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ഗൈഡ് റബ്ബർ ബോർഡിലെ ഡോക്ടർ പ്രേമകുമാരിയായിരുന്നു. ആ ഗൈഡ് ഒരു ഹിന്ദു ആയിരുന്നുകൊണ്ട് തന്നെ ഹിന്ദു ഭക്ഷണപാനീയങ്ങളുടെ പ്രിപ്പറേഷൻ ഏറെ എനിക്ക് പഠിക്കാൻ അവസരം കിട്ടി. ഞങ്ങൾ ഏതാണ്ട് ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെയായിരുന്നു. എൻ്റെ വീട്ടിൽ താമസിക്കുകയും ഞാൻ അവരുടെ വീട്ടുകാര്യങ്ങളിൽ ഇടപെടുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ജീവിച്ചിരുന്നത് ആ 3 വർഷക്കാലം. എൻ്റെ 50-ാം വയസ്സിലാണ് ഞാൻ ഇതിനായി ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് തന്നെ പല ബുദ്ധിമുട്ടുകളും നേരിടും വിദ്യ അഭ്യസിക്കുമ്പോൾ. എന്നാലും ഞാൻ ചില കാര്യങ്ങളൊക്കെ എൻ്റെ ഗുരുവിൽ നിന്ന് നേടിയെടുത്തു. അതിലൊന്നാണ് ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു ഭയങ്കര നൊസ്റ്റാൾജിക് കറിയാണ്. ഇക്കാലത്ത് എവിടെയും കിട്ടാനില്ലാത്ത ഒന്നാണ് നാടൻ മാമ്പഴം. കാണാലോ, ഈ നാടൻ മാമ്പഴം നല്ല രുചിയാണ്, അതുപോലെ തന്നെ നല്ല മണവുമാണ്. ഇത് വെച്ചാണ് മാമ്പഴ പുളിശ്ശേരി വയ്ക്കാൻ പോകുന്നത്. ഈ മാമ്പഴ പുളിശ്ശേരി വയ്ക്കുമ്പോൾ ക്രിസ്ത്യാനികൾ വയ്ക്കുന്നതിനേക്കാൾ ഒരുപാട് ഡിഫറെൻ്റാണ് ഹിന്ദുസ് വയ്ക്കുന്നത്. ഞാനിന്ന് എൻ്റെ എനിക്ക് ഗൈഡ് ചെയ്ത് തന്ന മാമ്പഴക്കറി നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അപ്പോൾ ഈ മാമ്പഴക്കറി വയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ ഗുരുവിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ സമർപ്പിക്കുന്നത്. ഗുരു ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മൺമറഞ്ഞു പോയി. എങ്കിലും ഗുരുവിൻ്റെ ആത്മാവിന് എൻ്റെ ഇന്നത്തെ വീഡിയോ സമർപ്പിക്കുന്നു. ഈ മാമ്പഴം ഓരോന്നായി എടുത്ത് അതിൻ്റെ ഈ ഭാഗം ഞെക്കി ചൊന കളയണം. അതിനുശേഷം ഇതിങ്ങനെ മുറിക്കണം. മുറിച്ച് ഈ ഭാഗം മാറ്റിക്കഴിഞ്ഞ് ഇതിൻ്റെ തൊലി ഇങ്ങനെ പൊളിക്കുക നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ പൊളിച്ച് ഒരു 10 മാങ്ങയൊക്കെ ഒരു കറിക്ക് ഉപയോഗിക്കാൻ കാണും. ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഈ മാങ്ങ ഇങ്ങനെ തന്നെ ഞെക്കി ഇതിനകത്തോട്ട് ചേർക്കും. പിന്നീട് ഈ തൊലി ഉണ്ടല്ലോ, ഈ തൊലിയിലിരിക്കുന്നത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞ് എടുക്കും. ഒരു 1-2 മാങ്ങയുടെ പൂളൊക്കെ ഇതിനകത്ത് ഞുറുക്കിയിടുന്നതും നല്ലതാണ്. അത് വെന്ത് കഴിയുമ്പോൾ തിന്നാൻ നല്ല രുചിയായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു 10 മാങ്ങ ഞാൻ കാണിച്ചല്ലോ, അത് ഇതിനകത്തോട്ട് ഇങ്ങനെ പിഴിഞ്ഞ്, തൊലിയിലിനി ഒന്നുമില്ല, അത് മുഴുവനും പിഴിഞ്ഞെടുത്തു. ഇത് നമുക്ക് വേസ്റ്റായിട്ട് കളയാം. അങ്ങനെ പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. കാണാലോ, ഈ മാങ്ങയുടെ ഈ തൊലി കളഞ്ഞതിന് ശേഷം ഉള്ള ഈ പൾപ്പ്, ഇത് നമ്മളിന്ന് ചട്ടിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു നൊസ്റ്റാൾജിക് കറി ആയതുകൊണ്ട് ചട്ടി തന്നെ ഉപയോഗിച്ചേക്കാം. ഇതിലൊരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇടണം, പിന്നീട് സ്വല്പം മുളക് പൊടി ഇടണം. ഇതൊക്കെ എനിക്ക് ഗൈഡ് പറഞ്ഞു തന്നതാണ്, എനിക്കറിയില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയുടെ പൾപ്പും അതിൻ്റെ ചാറും കൂടെ വേകാനായിട്ട് ഇത് ഒരുപാട് വേകേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് കാണാലോ, ചാറും ആ മാങ്ങേൻ്റെയും 1-2 കഷ്ണങ്ങൾ മുറിച്ചിട്ടിട്ടുണ്ട്. ഇതൊക്കെ തിന്നാൻ നല്ല രുചിയായിരിക്കും വെന്ത് കഴിഞ്ഞാൽ. ഇതൊരു സ്വല്പ നേരത്തേക്ക് അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം. അതൊന്ന് നന്നായിട്ട് വേകുന്നിടം വരെ നമുക്കിതിനാവശ്യമുള്ള അരപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് അരപ്പുണ്ടാക്കി വെച്ചിരിക്കുന്നത്. തേങ്ങ, കറിവേപ്പില നന്നായി ചേർത്തിട്ടുണ്ട്, സ്വല്പം മഞ്ഞൾ, പച്ചമുളക്, ജീരകം, സ്വല്പം ചുവന്നുള്ളിയും വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്നതാണ് ഇതിന്
ചേർക്കാനുള്ള അരപ്പ്. പിന്നീട് ഇത് അരപ്പ് ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ അത് ഏറ്റവും അവസാനം, അതുകൊണ്ടാണ് ഇതിനെ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത്. നല്ല കട്ടത്തൈര് ഉടച്ച് വെച്ചിരിക്കുന്നത്, അധികം പുളിയില്ലാത്ത കട്ടത്തൈര് കൂടെ ചേർക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഏറ്റവും അവസാനം കടുക് വറുത്ത് കഴിഞ്ഞ് ഒരു സ്വല്പം ശർക്കരപ്പാനി ചെയ്ത്, ഞാൻ ഗൈഡ് ശർക്കരയാണ് ഒരു നുള്ളി ശർക്കരയാണ് ചേർത്തത്. ഞാൻ ഈ ശർക്കരയുടെ അഴുക്കെല്ലാം മാറ്റി എടുക്കാൻ വേണ്ടി അത് എപ്പോഴും പാനിയാക്കി വെച്ചിരിക്കും. അപ്പോൾ ഏതൊരാവശ്യത്തിനും ആ പാനി എനിക്ക് ഉപയോഗിക്കാമല്ലോ. ആ പാനിയാണെങ്കിൽ അതിനകത്ത് അഴുക്കൊന്നുമില്ല, ചെളിയൊന്നുമില്ല എന്ന് നമുക്ക് ധൈര്യമായിട്ട് തീരുമാനിക്കാം. അധികം തിളച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചട്ടി ആയതുകൊണ്ട് സ്വല്പം താമസമുണ്ട് തിളയ്ക്കാനായിട്ട്. ആ സമയത്ത് ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു കറി വയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായിട്ടുള്ള മസാലകൾ സ്വല്പം നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. അതായത് നമുക്ക് ആരെങ്കിലും നമ്മളെ സഹായിക്കാനുണ്ടെങ്കിൽ അവരെ കൊണ്ട് തേങ്ങ ചിരകിച്ച് എടുത്തു വയ്ക്കാം. അതുപോലെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ക്ലീൻ ചെയ്ത് പ്രത്യേക പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കുന്നത് എത്ര നല്ലതായിരിക്കും. കറിവേപ്പിലയാണെങ്കിൽ അത് എടുത്ത് അത് ക്ലീൻ ചെയ്ത് എന്നിട്ട് ജലാംശം മുഴുവനും നീക്കിയതിന് ശേഷം ഒരു സിപ്ലോക്ക് ബാഗിനകത്തിട്ട് സൂക്ഷിച്ചാൽ കുറേ നാളത്തേക്ക് ഇരിക്കും. കറിവേപ്പില ഇല്ലാത്തവരും ഉള്ളവരും ഇത് ചെയ്യാം. കാരണം കറിവേപ്പില എടുക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ എത്ര എളുപ്പം കറി വയ്ക്കാനായിട്ട് ഇതുപോലെയുള്ള പ്രീ പ്രിപ്പറേഷൻസ് നന്നായിരിക്കും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഈ പാല് വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മളത് കാച്ചി കഴിയുമ്പോൾ അതിൻ്റെ മേളിലെ പാട ഇങ്ങനെ വെട്ടി നമ്മൾ ഉറച്ച് വയ്ക്കും. അങ്ങനെ ഉറച്ച് വെച്ച് എനിക്ക് ഭയങ്കര മടിയാണ് അതൊന്ന് തൈര് ചേർത്ത് ഉറയാക്കിയ ഈ നെയ്യ് ഭാഗം ഉണ്ടല്ലോ, ആ പാട അത് മിക്സിയിലിട്ടൊന്ന് കറക്കി അതിൽ നിന്ന് വെണ്ണ എടുക്കാം. പക്ഷെ ഭയങ്കര മടിയാണ് പണി. ചില പണി നമുക്ക് അങ്ങനെയാണല്ലോ. അങ്ങനെ കുറച്ച് നാൾ ചേർത്ത് വെച്ച് കഴിഞ്ഞപ്പം അതിനൊരു ഭയങ്കര ദുർഗന്ധം. ഏറ്റവും നല്ലതാണ് പെട്ടെന്ന് ചീത്തയായാൽ ദുർഗന്ധം വമിക്കുന്നത്. പാലൊത്തിരി നല്ലതാണല്ലോ. അതുകൊണ്ട് ദുർഗന്ധം വമിക്കുന്നത് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? കറിവേപ്പില ഒരുപാട് ഉത്തമമാണത്. കറിവേപ്പില അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ദുർഗന്ധം മാറിക്കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ കണ്ടോ, ഞാൻ ഈ കറിവേപ്പില സിപ്ലോക്ക് ബാഗിനകത്താക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് മുറ്റത്ത് ഇഷ്ടം പോലെ കറിവേപ്പ് നിൽപ്പുണ്ട്. എങ്കിലും ഇതൊരു എളുപ്പത്തിന് വേണ്ടി ഈ കറിവേപ്പില അതിനകത്തിട്ട് കഴിഞ്ഞാൽ ഈ മണം ഉന്മൂലനാശമാകും, ഒട്ടും മണമില്ല. അതുപോലെ നമ്മൾ മീനൊക്കെ കഴുകി നമ്മുടെ കയ്യിലൊരു നാറ്റം ഉണ്ടെങ്കിൽ നാരങ്ങയുടെ ഇലയോ നാരകത്തിൻ്റെ ഇലയും കറിവേപ്പിലയും കയ്യിലിട്ട് തൂത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വൃത്തിയാവും, ആ ദുർഗന്ധം ഇല്ലാതെയാവും. അതുപോലെ ഇന്നലെ ഞാൻ കാണിച്ച ആ ഓറഞ്ചിൻ്റെ ലിക്വിഡ് ഉണ്ടല്ലോ, അതും ഇതിന് നല്ലതാണ്. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് കുക്കിംഗ് വളരെ എളുപ്പമായിരിക്കും. നമ്മുടെ മാങ്ങ വെന്ത് കഴിഞ്ഞു, അത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അടി പിടിക്കും. മാങ്ങ പെട്ടെന്ന് അടി പിടിക്കും, മാങ്ങ കൂടെ അതിനകത്ത് കിടക്കുന്നതുകൊണ്ട്. ഇത് വെന്തോന്ന് അറിയുന്നത് ഈ മാങ്ങയുടെ തൊലി ഉള്ളതുകൊണ്ട് അത് ഇച്ചിരി നിറം മറന്ന് കാണാം. മാമ്പഴത്തിൻ്റെ നല്ല മണം അടിക്കുന്നുണ്ട്. മാങ്ങ നന്നായിട്ട് വേകണം. മാങ്ങ വെന്ത് കഴിയുമ്പോൾ നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന മസാലകൾ ആദ്യം ചേർക്കേണ്ടത് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നതാണ്. വീഡിയോയിലായതുകൊണ്ട് നിങ്ങൾക്ക് മണം ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ നാട്ടുമാമ്പഴത്തിൻ്റെ മാമ്പഴം വീഴാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല ഗന്ധമാണ് വീട്ടിൽ. കാരണം എല്ലാ ദിവസവും ആവശ്യത്തിന് മാമ്പഴം വീഴും. ഇന്നിപ്പോൾ ഈ മാമ്പഴക്കറി ഉണ്ടാക്കാൻ കാരണം ഇന്നലെ ഞങ്ങൾക്ക് നല്ലൊരു മഴ കിട്ടി കോട്ടയത്ത്. അപ്പോൾ ആ മഴയത്ത് വീണ മാമ്പഴമാണ്. സ്വല്പം കൂടി വെന്തോട്ടെ. അപ്പം മാങ്ങയുടെ തൊലി കൂടെ നമുക്ക് കടിച്ച് തിന്നാം.
അല്ലെങ്കിൽ തൊലി സ്വല്പം കട്ടിയുള്ള തൊലി കൂടെ ഇട്ടായിരുന്നല്ലോ. അടുത്ത സ്റ്റെപ്പ് അരച്ച് വെച്ചിരിക്കുന്ന മസാല, തേങ്ങ. വെള്ളമൊന്നും ചേർക്കാതിരുന്നാൽ കറി അധികം കേടാകാതിരിക്കും. പിന്നെ ഇപ്പം മാമ്പഴക്കറി വെച്ച് കഴിഞ്ഞാൽ കേടാകാനായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് ഇന്ന് തന്നെ കൂട്ടിത്തീർക്കും. അരപ്പൊന്ന് പതുക്കെ തിളച്ചാൽ മതി. ഒരുപാട് തിളച്ച് പിരിഞ്ഞു പോകാനിടയാകരുത്. മാമ്പഴക്കറിക്ക് ആവശ്യമുള്ള സ്വല്പം ഉപ്പ്. ഇതൊരു സ്പെഷ്യൽ സ്പൂണാണ്, ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ. ഇത് ലെഫ്റ്റ് ഹാൻഡുകാർക്ക് വേണ്ടി ദൈവം തന്നെ നിർമ്മിപ്പിച്ചിരിക്കുന്നതാണ്. ഞാനൊരു സെമി ലെഫ്റ്റ് ഹാൻഡാണ്. രണ്ട് കൈയും ഒരുപോലെ പ്രവർത്തിക്കും. ഉപ്പ് പാകത്തിനാണ്. നല്ല മധുരമുണ്ട്, കാരണം നാട്ടുമാമ്പഴമല്ലേ, അതിൻ്റേതായ മധുരമുണ്ട്. അരപ്പ് തിളച്ച് തുടങ്ങി. ഇനി അടുത്ത സ്റ്റെപ്പ് ഉടച്ചു വെച്ചിരിക്കുന്ന നല്ല പുളി കുറഞ്ഞ തൈര് ചേർക്കുന്നു. ഇതുകൊണ്ടാണ് ഇതിനെ മാമ്പഴ പുളിശ്ശേരി എന്ന് ഹിന്ദുസ് വിളിക്കുന്നത്. സാധാരണ ക്രിസ്ത്യൻസ് ഈ ഒരു പ്രോസസ്സ് ഈ തൈര് ചേർക്കില്ല. അധികം പുളിയില്ലാത്തതും നല്ല കട്ടത്തൈര് ഉടച്ച് ചേർത്തതുമാണ്. അപ്പോൾ ഇതിനെ ചേർക്കേണ്ടതെല്ലാം ചേർത്ത് കറി വെന്ത് കഴിഞ്ഞു. ഇനി ചെറുതെ കണ്ടോ കയ്യിൽ നിന്ന് ആവി പുറപ്പെടുന്ന, ഇങ്ങനെ പൊക്കി വയ്ക്കുമ്പോൾ അത് കണ്ടോ ആവി വരുന്നത്. ആ പരുവത്തിന് ഇത് ഓഫ് ചെയ്യും. ഇത് ഓഫ് ചെയ്തിട്ട് വേണം ഇതിനെ കടുക് വറുക്കാനായിട്ട്. ഇപ്പോൾ സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ കടുക് വറുത്ത് വെച്ചിരുന്നു. ഒരു നോൺ സ്റ്റിക്ക് പാനിൽ എണ്ണ ചേർത്ത് അതിലേക്ക് കടുക്, സ്വല്പം ഉലുവ, ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില, 2 വറ്റൽമുളക് മുറിച്ചിട്ടത്, ഇത്രയും ചേർത്താണ് കടുക് വറുത്ത് വെച്ചിരിക്കുന്നത്. ചിലർ ഇതിനകത്തോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും കടുക് വറക്കാതെ. പക്ഷെ എനിക്ക് ഇത് കടുക് വറുത്തിടുന്നതാണ് ഇഷ്ടം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറിയുടെ പ്രിപ്പറേഷൻ പൂർത്തിയായി. കണ്ടോ, ചട്ടിയിൽ വെക്കുന്നതാണ് ഇതിന് രുചി. ചില കറികൾ മൺചട്ടിയിൽ തന്നെ വെക്കണം, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് കാണാമല്ലോ, മൺചട്ടിയിൽ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് പകരാം.
അപ്പോൾ ഇന്നത്തെ വിഭവം ഉണ്ടല്ലോ, നൊസ്റ്റാൾജിക് രുചി തരുന്ന നാട്ടുമാമ്പഴം പുളിശ്ശേരി. ഓക്കെ, അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ലൈക്ക് അടിക്കാനും നിങ്ങളുടേതായ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് ഷെയർ ചെയ്യാനും എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും നിങ്ങൾ ഉത്സാഹിക്കുമല്ലോ. ഓക്കെ, എല്ലാവർക്കും നന്മ വരട്ടെ.